അപ്പോൾ മക്കളെ നല്ലൊരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസോട് കൂടിയാട്ടോ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 5-10 മിനിറ്റ് അത്രേ വേണ്ടു കേട്ടോ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇവിടത്തേക്ക് എത്താൻ. പിന്നെ ഇവിടുത്തെ ചാർജ് വരുന്നത് കുട്ടികൾക്ക് 150, വലിയവർക്ക് 300 രൂപ അങ്ങനെയാണ്. അപ്പോൾ ചിലവർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് 300 രൂപയൊക്കെ കൊടുത്തിട്ട് കാണാനിത് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും നോക്കണ്ട മക്കളെ, കണ്ണും പൂട്ടി വന്നോളി. ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട ആവേശത്തിന് ജീപ്പ് നിറഞ്ഞ് ഓടി നേരെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോഴാണ് ഓർത്തത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ പോട്ടെ, സാറിയില്ല, പിന്നെ ഇറങ്ങാനൊന്നും വയ്യാന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വീണെടുത്തു. എൻ്റെ പൊന്നേ, ഒരടിപൊളി വ്യൂ ആണ്. അങ്ങനെ മൊത്തത്തിൽ കിഴിപോയിരിക്കുന്ന സമയത്താണ് ഒരു റാമ്പ് വാക്ക് കൂടി ആയാലോ എന്ന് വിചാരിച്ചത്. ഞങ്ങൾ പോയ ടൈം നല്ല ബെസ്റ്റ് ടൈമും കൂടി ആയതുകൊണ്ടേ ഞങ്ങൾക്ക് കുറച്ച് മഴയൊക്കെ കിട്ടി. ഒരു വൻ വൈബ് തന്നെ ആയിട്ടാ. ബ്രിഡ്ജിന്മേൽ കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് താറാവ് നടക്കുന്ന പോലെ ഞാൻ നടക്കുന്നത്. പിന്നെ എൻ്റെലെത്തിയപ്പോൾ ഞാൻ കരുതി ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ, അവിടെ കുറച്ചങ്ങ് ഓവറാക്കല്ലേ യാഹൂ എന്നൊക്കെ പറഞ്ഞേ. പിന്നെയാണ് മനസ്സിലായത് അത് നല്ല ഫ്ലോപ്പായി എന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, മിണ്ടണ്ട നടന്നു. നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഈ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ഇത് പൊളിയൊക്കെ ചെയ്യുന്ന പോലെയാണ്, ഡിജിറ്റലാട്ടോ. താഴോട്ട് നോക്കി നടക്കുമ്പോൾ എൻ്റെ കിളി വന്ന് ഞാനിതാ പോകുന്നതെന്ന് പറയുമെങ്കിലും മാക്സിമം ഞാൻ താഴോട്ട് നോക്കാതെ എന്നെ കൈ വിടാതെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവിടെ എത്തിയപ്പോൾ എന്നോട് ചേപ്പി ചോദിച്ചു, ജീപ്പ് പുതി മാറിയില്ലേ? ഞാൻ പറയാം മറി. ഇതിനായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. വയനാട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട മെയിനായിട്ടുള്ള പ്ലേസാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഈ അട്ടമല ബ്രിഡ്ജിനോട് ടാറ്റ പറയാൻ പോവാണ്. ആനെ ഓക്കെ ടാറ്റ ബൈ, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് നേരെ നമ്മളെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. എനിക്കെന്തായാലും ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളും വയനാട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വരിക, എന്നിട്ട് കമൻറ്റ്, അഥവാ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഇതിൻ്റെ വീടിൻ്റെ ലാസ്റ്റ് അവിടെ നിന്നെടുത്ത് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും മിസ് ചെയ്യാതെ കാണാം കേട്ടോ. നല്ല വ്യൂ ആണ്. അതുപോലെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, പിന്നെ എന്താ, ഒന്നും എടുത്തു പറയാനില്ല, കംപ്ലീറ്റ് ഒക്കെ പൊളിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ നേരെ താഴെ ടീ ഷോപ്പിൽ വന്നപ്പോഴാണ് ഈ ആശാനെ നമ്മളവിടെ വെച്ച് കാണുന്നത്. ആശാനെ കണ്ടപ്പോഴേ മനസ്സിലായി ആശാൻ നല്ലപോലെ വിശന്നിരിക്കുകയാണ്. അങ്ങനെ അവനുള്ളത് അവനും മേടിച്ചു കൊടുത്തു, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മേടിച്ച് വെച്ചു. അങ്ങനെ അവസാനം അവനോടും ടാറ്റ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ കഴിയാട്ടോ. അപ്പോൾ ഇതാണ് എടുത്ത പിക്സും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഫസ്റ്റായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വ്ളോഗൊക്കെ ഇടാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ടിങ് ടിങ് അടിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.